മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ലെയറിൻ്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്കായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജാണ് ലഭിച്ചിരിക്കുന്നത്. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് വെക്കുക. ഈ ലെയറിൻ്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. സ്കെയിൽ ഡൗൺ കൊടുക്കുക. കർസർ ആദ്യത്തെ ഇമേജ് ലെയറിൻ്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട രണ്ടാമത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. സ്ക്രീനിൽ നിന്നും ഇമേജിൻ്റെ സൈസ് നിങ്ങൾക്ക് വേണ്ട വിധം അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. മാസ്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് മാസ്ക് ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. സ്ക്വയർ ഷേപ്പ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഫെദർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിൻ്റെ ഫെദർ ലെവൽ നിങ്ങൾക്ക് വേണ്ട വിധം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. സ്ലൈഡ് അപ്പ് സെലക്ട് ചെയ്യുക. ഈ ലെയറിൻ്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ എഡിറ്റിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള ലെറ്ററിംഗ് എഫക്റ്റിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കേഴ്സിൻ്റെതായ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആൻഡ് ടൈറ്റിൽസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവയിൽ നിന്നും ലൈറ്റ് ലൈൻ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. എഫക്റ്റ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ലൈറ്റ് ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ടെക്സ്റ്റ് കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു ലൈൻ കൂടി എൻ്റർ ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു കളർ കൂടി സെലക്ട് ചെയ്ത് നൽകുക. സ്ക്രീനിൽ നിന്നും ഈ ടെക്സ്റ്റ് ലെയർ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിൻ്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഈ ലെയറിൻ്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.